ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കിങ്ങു കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചിക്കൻ കരൾ വരട്ടിയതാണ്. അത് നെയ്യിൽ വരട്ടിയ ചിക്കൻ കരളാണ് കേട്ടോ ഞാനിവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. ഞാനിവിടെ 1/2 കിലോ ലിവറാണ് എടുത്തേക്കുന്നത്. ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചേക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 1 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പെരിഞ്ചീരകം ഇവയെല്ലാം കൂടി ചതച്ച കൂട്ട് ഏകദേശം 1 സ്പൂണോളം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 സ്പൂൺ വിനാഗിരിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് കൈ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ലിവറിലൊക്കെ നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇത് ഇനി നമുക്ക് അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പോൾ അരമണിക്കൂറായിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ ലിവറിൽ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഇനി ഇത് നമുക്ക് എങ്ങനെയാണ് വരട്ടിയെടുക്കുന്നതെന്ന് നോക്കാം. പാൻ ചൂടാകുമ്പോൾ ഞാൻ അതിലേക്ക് 3 ടേബിൾ സ്പൂണോളം നെയ്യാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഓയിൽ വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. ഇതിലേക്ക് ഞാൻ കുറച്ച് കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 2 വലിയ സവാള അരിഞ്ഞതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇതിന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർത്താണ് വഴറ്റുന്നത്. സവാള ഒന്ന് പെട്ടെന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള ഏകദേശം വഴണ്ട് തുടങ്ങുമ്പോൾ നമുക്കതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പെരിഞ്ചീരകം കൂടി ചതച്ച കൂട്ടാണിത്. അത് ഏകദേശം 1 ടേബിൾ സ്പൂണോളം ഞാൻ ഇതിലും ചേർക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറുന്നവരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണമൊക്കെ മാറി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച കരൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കരളൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. കരളിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഉള്ളിയൊക്കെ ആവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ആദ്യത്തെ 5 മിനിറ്റ് നമുക്ക് ഇതുപോലെ തന്നെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഈ ലിവറൊക്കെ നമ്മൾ വരട്ടിയെടുക്കുന്ന സമയത്ത് നെയ്യാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നല്ലൊരു മണം കിട്ടും. അതുപോലെ തന്നെ നല്ലൊരു ടേസ്റ്റും കിട്ടും. അപ്പോൾ ഞാൻ എന്തായാലും ലിവറൊക്കെ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ നെയ്യിലാണ് വരട്ടിയെടുക്കാറുള്ളത്. ഞാൻ അത് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്തേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിൽ ഉപയോഗിച്ചാലും മതിയാകും. അപ്പോൾ നന്നായിട്ട് ഞാനിവിടെ വഴട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് 10 മിനിറ്റെങ്കിലും മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ച് 10 മിനിറ്റോളം നമുക്ക് വേവിച്ചെടുക്കാം. ഇപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ ലിവറിൽ നിന്നൊക്കെ നന്നായിട്ട് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ സമയം നിങ്ങൾക്ക് ഉപ്പും എരിവും ഒക്കെ നോക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ലിവറൊക്കെ ഏകദേശം വെന്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ലിവർ കട്ട് ചെയ്യുന്ന സമയത്ത് തീരെ ചെറുതായിട്ട് കട്ട് ചെയ്യില്ല കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ഇളക്കുന്ന സമയത്ത് എല്ലാം പൊടിഞ്ഞു പോകും. അത്യാവശ്യം വലിപ്പം ഉണ്ടായിരിക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ചും കൂടി വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കാനുണ്ട്. ഇതിലേക്ക് അധികം വെള്ളമൊന്നും ഒഴിക്കാൻ പാടില്ല കേട്ടോ. ഞാനിവിടെ 1/4 ഗ്ലാസ് ചെറിയ ചൂടുള്ള വെള്ളമാണ് ഒഴിക്കുന്നത്. പച്ചവെള്ളം ഒഴിക്കാതിരിക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എരിവിന് വേണമെങ്കിൽ പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം ചേർത്ത് കൊടുക്കുക. ഇതുപോലെ ഒന്ന് ഒതുക്കിയെടുത്തതിന് ശേഷം ഇനി ഇത് അടച്ചു വയ്ക്കുക. അടച്ചു വെച്ച് നമുക്ക് ലോ ഫ്ലെയിമിലിട്ട ശേഷം ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഇപ്പോൾ ഏകദേശം 25 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഈ കരളൊക്കെ ഒന്ന് വെന്തോന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ആദ്യം. ഇപ്പോൾ നമ്മുടെ ഗ്രേവിയൊക്കെ നന്നായിട്ട് വറ്റി തുടങ്ങിയിട്ടുണ്ട്. നല്ല ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം.
ഇനി നമുക്ക് ഈ കരൾ വെന്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. കണ്ടപ്പോൾ നമ്മുടെ കരളൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചാൽ മാത്രം മതി. ഇനി ഇതിലേക്ക് നമുക്ക് 1-2 കാര്യങ്ങളുണ്ട് ചേർത്ത് കൊടുക്കാനുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1/4 സ്പൂണോളം കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ വേണ്ടത് പെരിഞ്ജീരകം ചതച്ചതാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി, പൊടി വേണ്ട, പൗഡർ ഉപയോഗിക്കാനേ പാടില്ല. ഇതുപോലെ ചതച്ച് തന്നെ ഉപയോഗിക്കുക, എങ്കിൽ മാത്രമേ നമുക്ക് ആ മണം കിട്ടുകയുള്ളൂ. ഇതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ആ പെരിഞ്ജീരകം ഇടുമ്പോൾ തന്നെ നമ്മുടെ കരളിൻ്റെ ടേസ്റ്റ് വേറെ ലെവലാവും, അതുപോലെ മണവും അത്രയ്ക്ക് നല്ലതായിരിക്കും. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ നമ്മുടെ ചിക്കൻ കരൾ വരട്ടിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.